നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ വർഷവും മെയ് 12 നാം അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനമായി ആചരിക്കാറുണ്ട്. മോണാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും മോണോ ആരോഗ്യം നിലനിർത്തുവാൻ നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരാശരി കണക്കുകൾ നമ്മോട് പറയുന്നത് മോണ രോഗികളുടെ തോത് വർദ്ധിക്കുന്നു എന്നാണ്. തെറ്റായ ജീവിത ശൈലിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ മോണാരോഗ്യത്തെ സാരമാത്രമായി തന്നെ ബാധിക്കാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ദന്ത ചികിത്സാ മേഖലയിൽ ഒട്ടനവധി നൂതനമായ പരിവർത്തനങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നു. മോണാരോഗ്യ മേഖലയിലും ആധുനികമായ ഒട്ടനവധി സങ്കേതങ്ങൾ വന്നു കഴിഞ്ഞു. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒപ്പം മോണ ചികിത്സാ മേഖലയിലെ ആധുനികമായ പരിവർത്തനങ്ങളെക്കുറിച്ചും മോണാരോഗ്യം സംരക്ഷിക്കുവാൻ നിത്യജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം സാർ. സാർ, നാം ഇപ്പോൾ ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് എല്ലാ വർഷവും മെയ് 12 നാം അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനമായി ആചരിക്കാറുണ്ട്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് മോണാരോഗ്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ഒപ്പം ഈ ചികിത്സാ മേഖലയിൽ സംഭവിച്ച നൂതനമായ പരിവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ദിനത്തിൽ നാം സംസാരിക്കുമ്പോൾ മോണാരോഗ്യ ദിനത്തിൻ്റെ ഒരു പ്രാധാന്യം, പ്രസക്തി എത്രത്തോളമുണ്ട് സമകാലീന സമൂഹത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നു. പറയാം സാർ. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ദന്താരോഗ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു ആണിക്കല്ലെന്ന് പറയാം നമുക്ക് മോണയെന്ന് പറയുന്നത്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിലാണ് നമ്മുടെ ആ വീട് വളരെ മനോഹരമാകുന്നതും അത് വളരെ കാലം നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് മോണയുടെ ആ ഒരു ആരോഗ്യം കൃത്യമായിട്ട് പാലിപ്പിക്കപ്പെടുമ്പോഴാണ് അത് തീർച്ചയായിട്ടും അത് പല്ലുകളുടെ ആരോഗ്യത്തിനും മൊത്തത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനുമൊക്കെ തന്നെ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു മെയ് 12 ഈ മോണയുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് EFP അല്ലെങ്കിൽ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പെരിഡോണ്ടോളജിയാണ് ഈ ഒരു ദിനം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ഒരു ആശയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ യുവാക്കളിൽ ഇപ്പോൾ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിയുടെ ഉപയോഗമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ഇപ്പോൾ MDMA പോലെയുള്ള പല വസ്തുക്കളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ MDMAയുടെ ഒരു സൈഡ് എഫക്റ്റായിട്ട് പറയുന്നത് തന്നെ ഇത് പല്ലുകൾ പെട്ടെന്ന് പൊടിയാനും മോണയുടെ ആരോഗ്യത്തിനൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സന്ദേശം കൂടുതൽ യുവജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ വർഷം കൂടുതലായിട്ട് അതിനകത്തോടാണ് ഫോക്കസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ജെൻസി ടേമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആൾക്കാരുടെ പുതിയ കാലത്തിൻ്റെ ഒരു ടേമാണ് നമ്മളെപ്പോഴും റോക്കിംഗ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ലെറ്റ് ഗംസ് റോക്ക് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഒരു ശൈലിയാണ് ഇത്തവണ ഈ ഒരു തീമായിട്ട് എടുത്തിരിക്കുന്നത്. മോണ റോക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ പതിവിലും കൂടുതലായി നന്നായിട്ട് തിളങ്ങട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് മോണ കൂടുതൽ ആരോഗ്യകരമായിട്ടിരിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ 2025 എത്തി നിൽക്കുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ 2025 ഈ ഒരു മെയ് 12 ലോക മോണാരോഗ്യ ദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിലും യുവാക്കളിലുമാണ്. അവരുടെ ഒരു ലഹരി വസ്തുക്കളിലെ ഒരു ഉപയോഗത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ കൂടി ഈ ദിനം നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിളങ്ങട്ടെ മോണ പല്ലുകൾ എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മോണ ആരോഗ്യത്തെക്കുറിച്ചും മോണ രോഗങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ, ഏതൊരു രോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മോണ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കായി വിശദമാക്കാം. മോണരോഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിരൺ ആമോത്തി പറഞ്ഞതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. അതായത് നമ്മുടെ ഒരു 2017 ആരോഗ്യവകുപ്പിൽ കേരളത്തിൽ നടത്തിയ പഠനങ്ങളിൽ
ഏതാണ്ട് 90% ആൾക്കാർക്കും മോണരോഗങ്ങളുണ്ടെന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രമേഹത്തിന് പറയാറുണ്ട് ഒരു നിശബ്ദ കൊലയാളി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സൈലൻറ്റ് കില്ലർ എന്ന് പറയാറുണ്ട്. കാരണം പ്രമേഹമുള്ള ആൾക്കാരിൽ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാറില്ല, സൈലൻ്റ് ആയിട്ടാണ് അറ്റാക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിശബ്ദ കൊലയാളിയാണ് ഈ മോണരോഗം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ദന്തക്ഷയം വരുമ്പോൾ നമുക്കറിയാം വളരെ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകുകയും അത് ഉടനടി തന്നെ ചികിത്സിക്കേണ്ടതായിട്ടുള്ളൊരു തോന്നൽ രോഗിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ മോണരോഗത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു അസഹ്യമായിട്ടുള്ളൊരു വേദനയിലോട്ട് എത്തുന്നത് പലപ്പോഴും അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പലരും വിചാരിക്കുന്നത് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ചെറുതായിട്ട് ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചവയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇപ്പോൾ പെട്ടെന്ന് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ചില ആൾക്കാർ വിചാരിക്കും ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻസിന് തന്നെ പല്ലുകൾക്കിടയിൽ അകലം വരുന്നു. അപ്പോൾ അകലം വരുമ്പോൾ അവർ വിചാരിക്കും ഇത് എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഉള്ളതാണല്ലോ. അപ്പോൾ ഇത് എല്ലാവരിലും ഉള്ളതല്ല, ഇത് ശരിക്കും മോണരോഗമുള്ള ആൾക്കാരിലാണ്. അതിന് നമ്മൾ പറയുന്ന പല്ലുകളുടെ ഒരു ദേശാടനം പോലെ, നമ്മൾ കിളികളെയൊക്കെ ദേശാടന പക്ഷികളെന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്ന പോലെ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. പല്ലുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ പതിയെ ചലിച്ചു തുടങ്ങുന്നു. അതായത് ഒരു 2 വർഷം മുൻപ് എടുത്ത ഒരു നോക്കുമ്പോൾ പല്ലുകളെല്ലാം കൂടി അടുങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ പല്ലുകൾ കൂടുതലായിട്ട് ഫ്ലെയറപ്പ് ആവുന്നു, അതായത് കുറച്ചുകൂടി മുന്നിലേക്ക് തള്ളി വരുന്നു, അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ പെട്ടെന്ന് അസ്വാഭാവികമായിട്ടുള്ള വിടവുകൾ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല്ലുകൾക്ക് നീളക്കൂടുതൽ സംഭവിക്കുക, പല്ലുകൾക്കിടയിൽ വിടവ് വരിക, അതോടൊപ്പം തന്നെ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, എന്തെങ്കിലും ഒരു വസ്തു പല്ലുകൾക്കിടയിൽ ഇടാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവുക. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂർത്ത ഒരു വസ്തുവായിരിക്കും ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് കൈ കിട്ടുന്നത് ഒരു തീപ്പെട്ടി കൊള്ളിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൂർത്ത വസ്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഹോട്ടലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ടൂത്ത് പിക്ക് ഉണ്ട്. അപ്പോൾ ടൂത്ത് പിക്ക് ഇട്ട് കുത്താനായിട്ട് തോന്നുക, വായിൽ തന്നെ മൊത്തത്തിലൊരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, ഒരു ചെറിയ തോതിലൊരു പുളിരസം അനുഭവപ്പെടുക. ചില രോഗികളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പല്ലിൻ്റെ ഇടയിൽ എന്തോ ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദങ്ങളുണ്ടാക്കും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഒരു സംഭവം എടുത്ത് കളയാനായിട്ട് തോന്നുക. അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ നോക്കുമ്പോഴത്തേക്കും നോർമലി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും പ്രശ്നമില്ല, പക്ഷേ ഇപ്പോൾ ചിക്കൻ പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുരിങ്ങക്കോലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നാരുകൾ പോലെയുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പല്ലിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കുക. ഇതൊക്കെ തന്നെയും മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലർക്ക് വായിൽ സ്മെല്ല് തോന്നുക. അത് കൂടുതലും ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ചിലപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു സ്പൗസസ് ആയിരിക്കാം, ചിലപ്പോൾ ജീവിത പങ്കാളിക്കായിരിക്കാം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഒക്കെ തന്നെ മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ മോണരോഗ ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടർ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ വിശദമായി തന്നെ സംസാരിച്ചു. ഒരു നിശബ്ദനായ കൊലയാളിയാണ് മോണരോഗം എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ മോണരോഗ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മോണയിൽ കണ്ടുവരുന്ന മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ, ഈ കണ്ടുവരുന്ന മോണരോഗ ലക്ഷണങ്ങൾ മറ്റ് ഇതര രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ആ മോണരോഗ ലക്ഷണങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ അതായത് ഇപ്പോൾ കിരൺ ചോദിക്കുന്നത് പറഞ്ഞാൽ മറ്റ് രോഗങ്ങളുമായിട്ട് ഒരു കൺഫ്യൂഷൻ വരുമെന്നുള്ളതാണ് ചില ലക്ഷണങ്ങളുമായിട്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക അല്ലെങ്കിൽ ചോര വരിക എന്ന് പറയുന്നത് 90% കേസുകളിലും അത് മോണരോഗത്തിൻ്റെ തന്നെ ലക്ഷണമായിരിക്കാം. എന്നാൽ നമ്മളിപ്പോൾ അത് ഒരു പ്രശ്നം, അത് നല്ലൊരു ചോദ്യമാണ് ആക്ച്വലി. അതായത് ചില കേസുകളിൽ ഇത് മോണരോഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലർ വിചാരിക്കും ഇത് നമുക്കൊരു പല്ലിന് ഇളക്കം വരുന്ന സമയത്ത് നമ്മൾ ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കോവിഡ് വന്നതുപോലെ ഒരുപാട് വൈറൽ രോഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് വൈറൽ രോഗങ്ങളുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഡെങ്കു ഫീവർ ഉണ്ട്, ഡെങ്കു ഉണ്ട്. ഇപ്പോൾ ഡെങ്കു ഫീവർ വരുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലേറിയ പോലുള്ള അസുഖങ്ങളുള്ള ചില പാരസൈറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള കേസുകളിലോ മറ്റു തരത്തിലുള്ള വൈറൽ ഫീവേഴ്സ് വരുന്ന സമയത്തൊക്കെ തന്നെ മോണയിൽ നിന്ന് ബ്ലീഡിങ് വരുന്നത് അതും അതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചികിത്സിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറും. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് മോണയിൽ നിന്ന് രക്തസ്രാവം വരുന്നു, അല്ലെങ്കിൽ സാധാരണ ബ്രഷ് ചെയ്യുന്ന സമയത്തും അല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായ തുപ്പുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും ബ്ലഡിൻ്റെ സ്റ്റെയിൻ വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കൂടെ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് എന്തെങ്കിലും ഒരു ബ്ലഡിലുള്ള എന്തെങ്കിലും ഡിസ്ക്രേസിയസ് ആണോ? ഇപ്പോൾ ചില കേസിൽ പർപ്യൂറ എന്ന് പറയും, അല്ലെങ്കിൽ
പല ടൈപ്പ് പർപ്യൂറോ ഉണ്ട്. ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപനി പർപ്യൂറോ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ITP എന്ന് പറയും. പർപ്യൂറോ എന്ന് പറഞ്ഞാൽ രക്തസംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ബ്ലീഡിങ്ങിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കും. അത് പല ഭാഗത്തും ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ട് വരും. അവരുടെ കയ്യിലോ കാലിലോ ഒക്കെ നമ്മൾ തൊലിപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലത് പിൻ പോയിന്റ് എന്ന് പറയും. ചെറിയ ഒരു മുട്ടുസൂചിയുടെ വലിപ്പത്തിലുള്ള ചുവന്ന പാടുകൾ വരാം. അത് കുറച്ചുകൂടി വലുത്. അപ്പോൾ ചെറിയ പാടുകളാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പെറ്റക്കി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാണെങ്കിൽ എക്കൈമോസിസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാടുകൾ വരുന്ന തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും ഒരു ലക്ഷണമാണ് മോണയിൽ നിന്ന് രക്തസ്രാവം വരുന്നത്. മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിനും ഒരു തുടക്കത്തിൽ കാണുന്ന ഒരു ഫൈൻഡിങ് ആണ് വായിൽ മോണയിൽ നിന്ന് ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീഡിങ് കാണുമ്പോൾ ഇത് നമുക്ക് 90% കേസുകളിലും അത് മോണരോഗത്തിൻ്റെ കാരണമായിട്ടുള്ള വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കാരണം അത് അവിടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു വളരെ നാളുകളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നീർവീക്കം കാരണം, ഒരു ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് തന്നെ ആയിരിക്കാം. പക്ഷേ കിരൺ ചോദിച്ചതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി എടുത്തിട്ട് ഇത് മറ്റ് ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അസുഖം കാരണം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് അല്ലാന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തിൽ നമ്മളൊരു മോണാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പൊതുവായ ഒരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും, ഇപ്പോൾ ഹൃദയാരോഗ്യമാകട്ടെ അല്ലെങ്കിൽ വൃക്കാരോഗ്യമാകട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതൊക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശരീരത്തിൽ ഫുഡിൻ്റെ അല്ലെങ്കിൽ വ്യായാമം ഇതൊക്കെ നിർവചിച്ച് പോകുമ്പോഴും ഈ മോണാരോഗ്യത്തെയും ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തെയും ചേർത്ത് പലപ്പോഴും നമ്മൾ വായിക്കാറില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഈ മോണാരോഗ്യവും ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യവും തമ്മിൽ എത്തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഏതാണ്ട് നമ്മളൊരു 10-12 വർഷമായിട്ട് കൂടുതൽ ഫോക്കസ് ഇപ്പോൾ കിരൺ ചോദിച്ച ആ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. നമ്മൾ അതിനെ പറഞ്ഞ പെരിഡോണ്ടൽ മെഡിസിൻ എന്ന് പറയും. പെരിഡോണ്ടൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുന്നെന്നുള്ള രീതിയിലല്ല, അതൊരു പ്രത്യേക ശാഖയായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പെരിഡോണ്ടൽ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ മോണരോഗത്തിൻ്റെ ശാസ്ത്രവും ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ജനറൽ മെഡിസിൻ, ഇപ്പോൾ ഈ ചോദിച്ച പോലെ മറ്റ് വ്യൂഹങ്ങൾ, ശരീരവ്യൂഹങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിതിപ്പോൾ ഈ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ കരിക്കുലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ BDSഉം MBBS സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതൊരു ഡിഫറൻറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായ അല്ലെങ്കിൽ മോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരീരത്തിൽ എവിടെയും നീർവീക്കം ഉണ്ടാകുക അല്ലെങ്കിൽ അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാകുക എന്നുള്ളതിന് ഒരു കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിലൊരു നീർവീക്കം സംജാതമാവുന്ന സമയത്ത് നമുക്ക് ആ ശരീരത്തിൽ പൊതുവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇൻഫ്ലമേഷനാണ്, നീർവീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കാര്യമായിട്ട് അതിനെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയും നീരല്ലെങ്കിൽ നീർവീക്കം ഉണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നിത്യേനയുള്ള ചയാപചയ പ്രവർത്തനങ്ങളിലൊക്കെ വ്യതിയാനം സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില തന്മാത്രകൾ, അതൊരു മോളിക്കുലാർ ലെവലിലുള്ള ചില കെമിക്കൽസ്, ചില രാസ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അന്തിമ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ AGE എന്ന് പറയും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലുള്ള ചില രാസവസ്തുക്കളാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ കോമൺ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ആക്ട് ചെയ്യുന്നത് ഒരു കോമൺ റിസപ്റ്റർ, ഒരു പൊതുവായിട്ടുള്ള ഒരു റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശരീരത്തിന് നീർവീക്കം ഉണ്ടാക്കുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മോണരോഗം എന്ന് പറയുന്നത്. അതോടൊപ്പം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നീർവീക്കം ഉണ്ടാക്കാൻ കാരണമാകുന്ന നമ്മുടെ ഒരു അസുഖം എന്ന് പറയുന്നത് പ്രമേഹമാണ്. അപ്പോൾ പ്രമേഹമുണ്ട്, കിരൺ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ നീർവീക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് സഞ്ചരിക്കുന്ന രക്തക്കുഴലുകളിൽ നീർവീക്കം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ അതെറോസ്ക്ലീറോസ് എന്ന് പറയും, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൽ നീർവീക്കം പോലെയുള്ള അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള COPD എന്നുള്ള അസുഖം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാതമുണ്ട്. ഇപ്പോൾ ഏറ്റവും പൊതുവായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അൾഷിമർ പോലെയുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ പാർക്കിൻസോൺസം പോലെയുള്ള കണ്ടീഷൻസ്, ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ കോളനിൽ നോക്കിക്കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് കൂടുന്നത് കാരണം ഗൗട്ട് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് 44ഓളം സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങളുമായിട്ട് മോണരോഗത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ബന്ധമുള്ളതായിട്ട് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് 100% ആക്യുറേറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള സ്റ്റഡീസ് വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒരു 12ഓളം അസുഖങ്ങൾക്ക്
തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തക്ക തെളിവുകളുള്ള തരത്തിൽ നമുക്ക് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെപ്പോഴും നമ്മുടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ഡെന്റിസ്ട്രിയുടെ കാലഘട്ടമാണ്. എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പുതിയ ചികിത്സയാണെന്നുണ്ടെങ്കിലും പുതിയ തരംതിരിവുകളാണ് അല്ലെങ്കിൽ ക്രോഡീകരണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഏതൊരു ചികിത്സയും നമ്മളിപ്പോൾ വാമൊഴി വരമൊഴി എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ നമുക്കൊരു കേട്ടുകേൾവിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചികിത്സ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചികിത്സ ഒരു വ്യക്തിയിൽ നമ്മൾ പരീക്ഷിച്ചാലും അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ടായിരിക്കണം, ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ 12ഓളം രോഗങ്ങളും മോണരോഗങ്ങളുമായിട്ട് നമുക്ക് ശാസ്ത്രീയമായി തന്നെ തെളിവുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒന്ന് മറ്റൊന്നിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അതിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മോണരോഗവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം. നമ്മൾ അതിനെ പറയുന്നത് ദ്വിദിശാ ബന്ധം എന്ന് പറയുക, അല്ലെങ്കിൽ 2 വേ റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ പ്രമേഹ രോഗി പ്രമേഹം നന്നായിട്ട് തന്നെ നിയന്ത്രിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മോണരോഗ തന്നെ അയാൾ നോർമലി അധികം ഒന്ന് കെയർ കൊടുത്തില്ലെങ്കിൽ കൂടി തന്നെ പ്രമേഹം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് മോണരോഗം കുറയാം. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ തിരിച്ച് നമ്മൾ മോണരോഗം നിയന്ത്രിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ഒരു കാരണമായിട്ടുള്ള അതിൻ്റെ ഒരു പാരാമീറ്റർ നോക്കുമ്പോൾ അതും കുറയുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് പലരും അറിയാത്തൊരു കാര്യമാണ്. പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോണ നന്നായാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നന്നാകും എന്നുള്ളതുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ആലോലം കുഴഞ്ഞുകൊണ്ടൊക്കത്തു കുടവുമായി ആലോലാംഗികൾ ആറ്റുവക്കത്തു തണ്ണീർ മുക്കാൻ വന്നെത്തും നേരത്തെന്റെ കണ്ണുകൾ തേടി ദമയന്തിയാ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ? ദമയന്തി ആ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ? ഈ കാണും മുടികളിലുള്ള വൈരക്കല്ലെല്ലാം ഇങ്ങനെ മനുഷ്യന്റെ കണ്ണീരിൽ നിന്നാണുണ്ടായി. ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മോണാരോഗ്യ ചികിത്സാ മേഖലയിൽ സംഭവിച്ച നൂതനമായ പരിവർത്തനങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചും ഇതര രോഗങ്ങളുമായിട്ട് മോണരോഗം എത്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മുടെ ഒരു പൊതുവായ ആരോഗ്യം നിലനിർത്തുന്നതിൽ മോണാരോഗ്യത്തിൻ്റെ പങ്കിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇനി നമുക്ക് മോണരോഗങ്ങളുടെ ഒരു തരംതിരിവിനെക്കുറിച്ചും വകഭേദങ്ങളെക്കുറിച്ചും ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. പറയാം ഡോക്ടർ. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ 2017 നമ്മുടെ ലോകത്ത് ആ ഒരു AAP എന്ന് പറയും, അമേരിക്കൻ അക്കാഡമി ഓഫ് പെരിഡോണ്ടോളജി. അപ്പോൾ അതുവരെ ഇതിന് മുന്നേ 1999 മുൻപ് മോണരോഗത്തിനൊരു ക്രോഡീകരണം അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിൽ പല പോരായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചില കണ്ടീഷൻസ് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയാതെ വരുന്നതൊക്കെ തന്നെ അതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ രീതി വേണം എന്നുള്ളൊരു ഒരു തോട്ട് വരികയുണ്ടായി. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പല അസുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ നോക്കി അതിനകത്തൊരു സ്റ്റേജിങ്ങും ഗ്രേഡിങ്ങും വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിങ്ങും ഗ്രേഡിങ്ങും 2017 വരെ മോണരോഗത്തിന് ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ 2017 പറയുന്നതെന്ന് പറഞ്ഞാൽ മോണരോഗത്തിനെ പല ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിങ്ങിലോട്ട് വരുമ്പോൾ 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അപ്പോൾ മോണരോഗത്തിനകത്ത് നമ്മൾ പല പല കാര്യങ്ങൾ അതിനകത്ത് നോക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മോണരോഗത്തിനെ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഉപകരണമാണ് പെരിഡോണ്ടൽ പ്രോബ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ മോണയും പല്ലിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 മുതൽ 3 മില്ലിമീറ്റർ വരെ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമ്മളൊരു ആഴത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ ഒരു കുപ്പായത്തിലേക്ക് കീശ പോലെ തന്നെ മോണയുടെ ചുറ്റും ഉണ്ടാകുന്ന ഈ ഒരു വിടവിനെ കീശ പോലെ, അതിനെ പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് തന്നെയാണ്. മോണയ്ക്ക് ചുറ്റുമുള്ളൊരു കീശ പോലെ ഉണ്ടാകുന്നു. ആ കീശയിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തങ്ങി നിന്നിട്ടാണ് അവിടെ ഒരു നീർവീക്കം വന്നിട്ട് മോണരോഗത്തിൻ്റെ വ്യാപ്തി കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയമീറ്റർ വെച്ചിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് മോണരോഗം കൃത്യമായിട്ട് അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കേവലം നമുക്ക് ക്ലിനിക്കലി കാണുന്ന വ്യതിയാനങ്ങൾ മാത്രം പോരാ, നമുക്കവിടെ റേഡിയോഗ്രാഫിക്കായിട്ട്, അതായത് നമ്മുടെ എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമാണ്. അപ്പോൾ ആ എക്സ്റേയിൽ എത്ര ശതമാനത്തോളം
അസ്ഥിക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 15% താഴെ മാത്രമേ അസ്ഥിക്ക് നാശം സംഭവിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയും. 15-നും 33% ഇടയിലാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയും. ഇനി ഒരു 3-2, അതായത് ഏതാണ്ട് പകുതിയിൽ കൂടുതൽ തന്നെ ഒരു നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് 3 ആയിട്ട് മാറും. അതിൽ തന്നെ മറ്റ് കുറച്ചുകൂടി പല്ലുകൾ നഷ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 4ലോട്ടും പോകും. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണെങ്കിൽ 5 മില്ലിമീറ്ററിൻ്റെ താഴെയുള്ള പോക്കറ്റുകളാണെന്നുണ്ടെങ്കിലാണ് ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേ എന്ന് പറയുന്നത്. 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ 3rd സ്റ്റേജിലോട്ട് പോകും. അതിൽ തന്നെ ഒരുപാട് പല്ലുകൾക്ക് കൂടുതലായിട്ട് ഒരു വെർട്ടിക്കൽ രീതിയിലുള്ള ഒരു ബോൺ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പല്ലുകൾക്കിടയിൽ വിടവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഗ്രേഡ് 3ലോട്ട് പോകും. അതിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലുകൾക്കിടയിൽ വലിയ വലിയ ഗ്യാപ്പ് വരിക, പല്ല് കൂടുതലായിട്ട് ഫ്ലെയറിംഗ് എന്ന് പറയും, പല്ല് മുന്നിലേക്ക് കൂടുതലായിട്ട് തള്ളി വരിക, അത്തരത്തിലുള്ള ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ 3ഉം 4ഉം വേരൊക്കെയുള്ള പല്ലുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിൻ്റെ ഭാഗം കൂടുതലായിട്ട് തെളിഞ്ഞു കാണുക, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയും. ഇത് നമ്മൾ ആ രീതിയിൽ 4 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഗ്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ നമ്മുടെ എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രത്തോളം എല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ പ്രായവുമായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒന്ന് ഹരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു അനുപാതം വെച്ചിട്ടാണ് നമ്മളതിനെ ഗ്രേഡിങ്ങിനെ 3ആയിട്ട് തരംതിരിക്കുന്നത്. അത് വെച്ചിട്ട് മൈൽഡ് എന്നും മോഡറേറ്റ് എന്നും സിവിയർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഏജുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു 0.25-ന് താഴെ, അതായത് ഒരു 1/4 ഭാഗത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മൈൽഡ്, ചെറിയ ഒരു മിതമായിട്ടുള്ളൊരു മോണരോഗം എന്ന് പറയാം. 0.25-ൻ്റെ 1-ൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം രീതിയിലുള്ളതാണ്. മോർ ദാൻ 1 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു ബോൺ ലോസ് ആയിട്ട് ഒരു ഗം ഡിസീസ് ആയിട്ട് പറയുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ ആക്കം കൂട്ടുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രമേഹം ഒരു ഘടകമാണ്, പുകവലി ഒരു ഘടകമാണ്. അപ്പോൾ പുകവലിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ മൈൽഡ് ഗണത്തിൽ ഉൾപ്പെടുത്താം. 10-ൽ താഴെ സിഗരറ്റുകൾ ഒരു ദിവസം വലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മോണരോഗത്തിൻ്റെ ഗ്രേഡ് ഒരു മോഡറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പം 10-ൽ കൂടുതൽ, അതായത് ഒരു പാക്കറ്റിൽ കൂടുതൽ സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമുക്കൊരു തീവ്രമായിട്ടുള്ള മോണരോഗത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്ന ഒരാളായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു സുവർണ അളവുകോ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് HbA1c എന്ന് പറയും. അതായത് 3 മാസത്തെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ ഒരു ശരാശരിയാണ്. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഷുഗറേ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ വേണമെങ്കിൽ അവിടുത്തെ ആ ഒരു കേസിൽ മൈൽഡായിട്ട് വേണേൽ കൺസിഡർ ചെയ്യാം. ഒരു HbA1c ഒരു 6.5 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളൊരു മോഡറേറ്റ് ലെവലായിട്ട് പറയാം. മോർ ദാൻ ഒരു 7-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 8-9 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും മോണരോഗത്തിൻ്റെ തീവ്രതയ്ക്ക് ആക്കം കൂട്ടുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഗ്രേഡിങ്ങും സ്റ്റേജിങ്ങും വന്നിട്ടുള്ളത്. വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോണരോഗം 2 രീതിയിലുണ്ട്. അപ്പോൾ ചില കേസുകൾ ഇപ്പോൾ നമ്മൾ പറയാം റെഡ്യൂസ്ഡ് പെരിഡോൺഷ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഉണ്ട്, ഒരു ഹെൽത്തി പെരിഡോൺഷ്യം ഉണ്ട്. ചിലപ്പോൾ ചില കേസുകളിൽ ഹെൽത്തി പെരിഡോൺഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ മോണ ആരോഗ്യമുള്ള കണ്ടീഷനായിരിക്കാം, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ തോതിൽ അവിടെ നീർവീക്കവും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ട്. അത് നമ്മൾ പണ്ട് അതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോണ വീക്കം എന്ന് പറയാം. അതായത് നമ്മൾ മോണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോണയിൽ തന്നെ മൃദുവായിട്ടുള്ള കലകളുമുണ്ട്, കഠിനമായിട്ടുള്ള എല്ല് പോലെയുള്ള ഭാഗങ്ങളുമുണ്ട്. അപ്പം മൃദുവായിട്ടുള്ള കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അത് മോണ വീക്കമായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കതിനെ റിവേഴ്സിബിളാണ്, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അസ്ഥിയെ കൂടി പ്രതികൂലമായിട്ട് ബാധിച്ചിട്ട് ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്നും മണ്ണ് പോകുമ്പോൾ ആ ചെടിക്ക് ഒരു ആട്ടം സംഭവിക്കുക അല്ലെങ്കിൽ ഇളക്കം സംഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പല്ലിൻ്റെ ചുറ്റും നിന്നും മോണയുടെ എല്ല് നഷ്ടപ്പെടുമ്പോൾ പല്ലിന് ഇളക്കം സംഭവിക്കുന്നു. അപ്പോൾ അസ്ഥിയെ കൂടി പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോഴാണ് നമ്മളതിനെ ഈ പറഞ്ഞ പോലെ മോണയിലെ പഴുപ്പിൻ്റെ ലെവലിലോട്ട് എത്തുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് പുതിയ രീതിയിൽ ഈ ഗ്രേഡിങ്ങും സ്റ്റേജിങ്ങും ഉപയോഗിച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് മോണരോഗത്തിനെ അപഗ്രഥിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് 2017 ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. നിങ്ങളെപ്പോലെയുള്ള അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ മാറി നിന്നാൽ എങ്ങനെയാണെന്നൊരു ചോദ്യം അന്നത്തെ അധികാരികളോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പുറകിൽ നിന്ന് ജീവിക്കേണ്ടതല്ല സന്യാസം, ജനത്തോടൊപ്പം ജനത്തെ ഉൾപ്പെടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്നൊരു തിരിച്ചറിവിൻ്റെ ഒരു നിമിഷമായിരുന്നത്. ചാവറയച്ചനെ നമ്മളേറെ അടുപ്പത്തോടെ വിളിക്കുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അനുഭവിച്ചറിയാനുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ചാവറ പിതാവ്
എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ആണ് അദ്ദേഹം സംസ്കൃത സ്കൂൾ ആരംഭിച്ചത്. ഇന്ന് തരാൻ പോകുന്നത് പിടിയും കോഴിയും. പിടിയും കോഴിക്കറിയും. കോഴിക്കറിയാണ് കേട്ടോ. ഒത്തുതീരിച്ചവർ കപ്പൽ കേറി തകതിമിതൈ. മലനാടു നോക്കി പുറപ്പെട്ടാറേ തകതിമിതൈ. കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി തകതിമിതൈ. ഇതാ ഹെറിറ്റേജ് ബൈറ്റ്സ്, നിങ്ങളുടെ സ്വന്തം ദൂരദർശനം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തെക്കുറിച്ചും മോണാരോഗ്യ ചികിത്സാ മേഖലയിലെ നൂതനമായ സാധ്യതകളെക്കുറിച്ചും. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ രോഗനിർണയത്തെക്കുറിച്ചായിരുന്നു ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ച് നിർത്തിയത്. നമ്മളിപ്പോൾ മോണരോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു മലയാളിയുടെ സൗന്ദര്യ സങ്കല്പവുമായിട്ട് ചേർത്തും മോണാരോഗ്യത്തെ വായിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല്ലൊത്താൽ പാതി ഒത്തു എന്നൊരു നാട്ടുചൊല്ല് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ഒരു മോണാരോഗ്യവും സൗന്ദര്യവും തമ്മിൽ എത്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും. നമ്മുടെ മോണയുടെ ആരോഗ്യം പറയുമ്പോൾ തന്നെ ആരോഗ്യമുള്ള മോണ തന്നെ ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യമുള്ളൊരു മോണയാണ്. എന്നിരുന്നാൽ തന്നെയും മോണയുടെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് പലർക്കും ഈ പറഞ്ഞതുപോലെ ഒന്ന് കയറി നിന്നാലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാലോ ഒരു അഭംഗ്യം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ചിലർ പറയും ചിരിക്കുമ്പോൾ കൂടുതലായിട്ട് മോണ കാട്ടിച്ചിരിക്കുന്നു എന്ന് പറയും, ഗമ്മി സ്മൈൽ എന്ന് പറയാറുണ്ട്. ചില കേസുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണയുടെ പിൻവാങ്ങൽ എന്ന് പറയും. അതായത് നമ്മുടെ മേൽത്താടിയിലെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ മോണ മേലോട്ട് പോകുന്നു, കീഴ്ത്താടിയിലെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ മോണ താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ അത്തരത്തിൽ അതിനെ ജിഞ്ചൈവൽ റിസഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ചിലർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും മെലാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നിറം രൂപപ്പെടുന്നുണ്ട്. അപ്പം മോണയിൽ ഒരു ഇരുണ്ട നിറം വരുന്നു, അല്ലെങ്കിൽ മോണയിൽ ഒരു വർദ്ധിച്ച രീതിയിൽ ഒരു ഡാർക്ക്നെസ് വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അഭംഗ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചില കേസുകളിൽ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ BP-ക്ക് കഴിക്കുന്ന ചില അംലോഡിപ്പിൻ പോലെയുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്നുള്ള ഗണത്തിൽ വരുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് മോണ പെട്ടെന്ന് തടിക്കുന്നു. മോണ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് എന്ന് പറയും. മോണ കണ്ടമാനം വർദ്ധിച്ചിട്ട് അത് ചിലർ ക്യാൻസർ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നോക്കിക്കഴിഞ്ഞാൽ മോണ പെട്ടെന്ന് വീർത്തിട്ട് എല്ലാ പല്ല് പോലും പലപ്പോഴും കാണാൻ പറ്റാത്ത രീതിയിൽ മോണയ്ക്ക് ഒരു വീർത്ത രീതിയിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അഭംഗ്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ മോണ കാട്ടിയുള്ള ചിരിക്കും, അതോടൊപ്പം തന്നെ മോണയിൽ അമിതമായിട്ടുള്ള ഒരു ദശാവളർച്ചയൊക്കെ വരുന്ന സമയത്ത് നമുക്കതിനെ ഒരു ജിഞ്ചിവെക്ടമി എന്ന് പറയുന്ന ലഘുവായിട്ടുള്ളൊരു ശസ്ത്രക്രിയ വഴി അത് നമുക്ക് നോർമലി കൺവെൻഷനലായിട്ട് നമ്മുടെ സ്കാൽപ്പൽ, അതായത് സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലേസറാണ്. ലേസർ ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രോ സർജറി പോലെയുള്ളതും ക്രയോ സർജറി പോലെയുള്ളതും അതിന് ആയിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ചില ബറുകൾ ഉപയോഗിച്ച് ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. ഡീപ് പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്കായിട്ടുള്ള ഗംസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെയും, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് തൊലിപ്പുറത്തൊക്കെ സ്കിന്നിലൊക്കെ നമ്മൾ ഒരു ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ചികിത്സകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. അവർക്ക് മോണയിലും ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പീൽ ഓഫ് ചെയ്തിട്ട് ആ ഒരു ലെയർ മാറ്റിയിട്ട് നമുക്ക് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു കളറിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ആ ട്രീറ്റ്മെൻറ്റാണ് ഡീപ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ റിസഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. റിസഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മോണയുടെ പിൻവാങ്ങലാണ്. അപ്പോൾ അത് ഒരു പല്ലിലാണോ കൂട്ടത്തോടെ കുറേ പല്ലുകളിലാണോ, അപ്പോൾ അത് നോക്കിയിട്ട് തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള ഒരു പല്ലിൻ്റെ മോണയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അണ്ണാക്കിൽ നിന്നോ ഒരു ദശ എടുത്തിട്ട് ഈ നഷ്ടപ്പെട്ട മോണയുടെ ഭാഗത്തേക്ക് സന്നിവേശിപ്പിക്കാവുന്ന തരത്തിലുള്ള മ്യൂക്കോ ജിഞ്ചൈവൽ സർജറി, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ത്വക്കിലൊക്കെ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി പോലെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് പെരിഡോണ്ടൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയും. മോണയിലെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൂപ്പുകൾ, സർജിക്കൽ ലൂപ്പുകൾ ഉപയോഗിച്ച് കുറച്ചുകൂടി നമുക്ക് ആ ഒരു വലിയ പ്രതലത്തിൽ, അതായത് നമുക്ക് സൂക്ഷ്മമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് വലിയ രീതിയിൽ മാഗ്നിഫിക്കേഷൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക്, അതാണ് ഈ മൈക്രോസ്കോപ്പിൻ്റെയും അല്ലെങ്കിൽ ലൂപ്പിൻ്റെയൊക്കെ പ്രത്യേകത. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഏരിയ ആണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് കണ്ണിൻ്റെ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള നൂലുകളൊക്കെയാണ് ആ തുന്നലിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മൈക്രോ സർജറി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കിരൺ ചോദിച്ച രീതിയിലുള്ള
മോണയിലെ സൗന്ദര്യ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ ചികിത്സയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ അതെ. ഈ LDD എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ LDD? അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും. LDD അല്ലെങ്കിൽ ലോക്കൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയാറുണ്ട്. അതായത് ലോക്കൽ ഡ്രഗ് ഡെലിവറി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാം. അപ്പോൾ പല രീതിയിൽ പല റൂട്ടുകളുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ കഴിക്കും, ചിലത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും, ചിലത് നമ്മൾ ടോപ്പിക്കൽ എന്ന് പറയും, ഇപ്പം വായിലിട്ട് അലിയിച്ച് കഴിക്കുന്ന തരത്തിലുള്ളതുണ്ട്, ചിലതെന്ന് പറഞ്ഞാൽ പാച്ച് പോലെ ഒട്ടിച്ച് വെക്കും നമ്മൾ. അപ്പോൾ അതുപോലെ ലോക്കൽ ഡ്രഗ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ മോണയ്ക്കകത്ത് വളരെ ഈ നമ്മുടെ ഈ മുട്ടിൻ്റെ അകത്തൊക്കെയുള്ള നമ്മുടെ ഈ ജോയിൻസിലൊക്കെ ഫ്ലൂയിഡ് ഉണ്ട്, സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ മോണയ്ക്കുള്ളിൽ GCF എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജിഞ്ചേവൽ ക്രെവിക്കുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ മോണയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിൽ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് മോണയിൽ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മോണരോഗത്തിന് ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് നമ്മുടെ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്സിസൈക്ലിൻ വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പോൾ ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ മെട്രോനിഡസോൾ പോലെയുള്ള മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നമ്മുടെ രക്തത്തിലുള്ളതിനേക്കാൾ 4 മുതൽ 10 മടങ്ങ് കൂടുതലായിട്ട് അത് മോണയ്ക്കുള്ളിൽ ഈ GCF എന്ന് പറയുന്ന ജിഞ്ചോ ക്രെവിക്കുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂയിഡിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തു ഈ ഒരു മരുന്ന് ഗുളികയായിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും അത് നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം കൂടുതലായിട്ട് അവിടെ തന്നെയാണ് അത് നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെൽ രൂപത്തിലോ അല്ലെങ്കിൽ ചില ഫൈബറുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ചില പേസ്റ്റിൻ്റെ രൂപത്തിലോ ഒക്കെ മോണയുടെ അകത്തേക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ ഒരു മരുന്നുകളെ തന്നെയാണ് ലോക്കൽ ഡ്രഗ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ദിവസം ഒരു ഗുളിക കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റ് ആയിരിക്കും ഒരു 2 ദിവസം ഈ മോണയുടെ അകത്തേക്ക് തന്നെ ഈ മരുന്നുകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയുള്ള നീർക്കെട്ട് കുറയ്ക്കാനും അതുവഴി നമ്മുടെ മോണരോഗം കുറച്ചുകൂടി പെട്ടെന്ന് സുഖപ്പെടുത്താനും ഒക്കെ ഈ LDD വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് പല രീതിയിലുള്ള പല രൂപത്തിലുള്ള, അത് ജെൽ രൂപത്തിലുള്ള, ക്യാപ്സ്യൂൾ രൂപത്തിലുണ്ട്, പാച്ചിൻ്റെ രൂപത്തിലുണ്ട്, നമ്മൾ ബാൻഡേഡ് പോലെ പെരിയോ പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പാച്ച് ഒട്ടിച്ച് വെക്കുന്ന തരത്തിലുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മിനോസൈക്ലിൻ പോലെയുള്ളവയുടെ മൈക്രോസ്പിയറുകളായിട്ട് ചെറിയ ചെറിയ ബോൾ രൂപത്തിലുള്ള ക്രിസ്റ്റലുകളായിട്ട് മോണയിൽ നിക്ഷേപിക്കുന്ന തരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഈ ടെട്രാസൈക്കിളിൻ്റെ ഫൈബർ 4 രൂപത്തിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള രീതികൾ. ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ലോക്കൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഈ മോണ രോഗങ്ങളുടെ ചികിത്സയെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാൻ തോന്നുന്നു. രോഗനിർണയത്തെക്കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു. ചികിത്സയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആധുനികമായിട്ട് ഒരുപാട് ചികിത്സാ രീതിയിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരികയുണ്ടായി, സാങ്കേതിക വിദ്യയൊക്കെ ചേർത്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഇംപ്ലാന്റിനെ കുറിച്ച് സംസാരിക്കുന്നു, കോസ്മെറ്റിക് ഡെന്റിസ്റ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചികിത്സയെക്കുറിച്ചും നൂതനമായിട്ടുള്ള ആധുനികമായിട്ടുള്ളൊരു സാങ്കേതികപരമായിട്ടുള്ളൊരു പരിവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ എന്ന് തീർച്ചയായും. അപ്പോൾ മോണരോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 5 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും ആദ്യം ഫേസ് 0 അല്ലെങ്കിൽ അടിയന്തര ഘട്ടം എന്ന് പറഞ്ഞാൽ മോണരോഗം ത്വരിതപ്പെടുത്താൻ കാരണമാകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു അണുബാധ വായിൽ നിൽക്കുന്നുണ്ടോ, അതായത് കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണ്ടെടുത്ത ഒരു പല്ലിൻ്റെ ഒരു വേരായിരിക്കാം അല്ലെങ്കിൽ അവശിഷ്ടമായിരിക്കാം, അപ്പോൾ അത് ബാക്കി നിൽക്കുന്നുണ്ടോ, അവിടെ ഒരു പഴുപ്പുണ്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു അടിയന്തര ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഫേസ് 1 അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നോൺ സർജിക്കൽ ഫേസ് അല്ലെങ്കിൽ ശസ്ത്രക്രിയാരഹിതമായിട്ടുള്ള ഘട്ടമാണ്. അതിലാണ് നമ്മൾ നന്നായിട്ട് പല്ലുകൾ വൃത്തിയാക്കി വയ്ക്കുക, ഒരു മോണരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുക. നമ്മൾ ആ ഒരു പ്രക്രിയ സ്കെയിലിംഗ് എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ചില പല്ലുകൾ നിരതെറ്റിയായിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ ചെറിയ തോതിലുള്ള ദന്ത ക്രമീകരണം അവിടെ ചെയ്യാം. തുടക്കത്തിൽ കിരൺ ചോദിച്ചതുപോലെ ആരോഗ്യമുള്ള പല്ലുകൾക്കും ശരീരത്തിനും നമ്മളൊരു സമീകൃതമായിട്ടുള്ള ആഹാരം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. ചില പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലൊരു പ്രത്യേകത ഉണ്ടാവും, ഒരു കയറ്റിറക്കം ഉണ്ടാവും. അപ്പോൾ ആ പല്ലുകൾ തമ്മിലുള്ള ഒക്ലൂസൽ കറക്ഷൻ അല്ലെങ്കിൽ ഒക്ലൂസൽ തെറാപ്പി എന്നുള്ള രീതിയിൽ പല്ലുകൾ തമ്മിലുള്ള ബന്ധം ശരിയാക്കുന്ന ചികിത്സ കൊടുക്കുക. ഇതൊക്കെയാണ് ഫേസ് 1. ഫേസ് 1 ശേഷം നമ്മൾ ഫേസ് 4 പോകും. അതാണ് ഒരു മെയിൻ്റനൻസ് ഫേസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഉപകരണം ഇടുന്ന സമയത്ത് ആദ്യം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ആ ഒരു വ്യാസത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, മോണയുടെ ആ ഒരു വ്യാപ്തി, ഒരു ആഴം കുറഞ്ഞിട്ട് അതൊരു ഹെൽത്തി കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. എന്നാൽ നമ്മളത് വീണ്ടും ഒരു അസസ് ചെയ്യുന്ന സമയത്ത് ആഴം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മോണ ഒന്ന് മരവിപ്പിച്ചതിന് ശേഷം മോണ തുറന്ന് അകത്തുള്ള ആ ഒരു ഹാനികരമായിട്ടുള്ള ആ പഴുപ്പും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് അവിടെ ആ സ്രവങ്ങളുണ്ട്, നമ്മുടെ അണുക്കൾ ഉണ്ടാക്കുന്ന സ്രവങ്ങളുണ്ട്, അതിന് ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയാറുണ്ട്. ആ സ്രവവും
രക്തത്തിലുണ്ടാകുന്ന അഴുക്കും ഒക്കെ തന്നെ ചേർന്നിട്ട് ഒരു ചലം പോലെ രൂപപ്പെടുന്നു. അതിന് നമ്മൾ നമ്മുടെ ക്യൂററ്റ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്തിട്ട് ഈ നമ്മുടെ പല്ലുകളുടെ വേരിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ടോക്സിൻസ് ഒക്കെ നീക്കം ചെയ്തിട്ട് വേരിനെ ശരിക്കും പറഞ്ഞാൽ ചീകി മിനുസപ്പെടുത്താറുണ്ട്. റൂട്ട് പ്ലാനിങ് എന്ന് പറയും. അതൊക്കെ ചെയ്തതിന് ശേഷം എല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് എല്ല് പുനർനിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും. സിന്തറ്റിക് ആയിട്ടുള്ള ബോൺ ഗ്രാഫ്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള PRF എന്ന് പറഞ്ഞ് പ്ലേറ്റഡ് വെച്ച് ഫൈബ്രിനുണ്ട്. അതും ഈ ഗ്രാഫ്റ്റൂടെ മിക്സ് ചെയ്യുമ്പോൾ സ്റ്റിക്കി ബോൺ എന്ന് പറയാറുണ്ട്. സ്റ്റിക്കി ബോൺ അവിടെ നിക്ഷേപിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ രോഗിയെ വെളുപ്പിക്കുകയും ആ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നോൺ സർജിക്കലാണെങ്കിലും സർജിക്കലാണെങ്കിലും ഗംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പല്ലുകൾ നിങ്ങൾക്ക് അവിടെ നിലനിർത്താൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഇംപ്ലാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഇംപ്ലാൻസ് വെച്ച് ചവച്ച് കഴിഞ്ഞാലും നമുക്ക് സ്വന്തം പല്ലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ മോണയുടെ ഒരു പ്രത്യേകതയാണ് പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഉള്ളത്. അപ്പോൾ അത് വെച്ച് ചവയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫീല് കിട്ടുള്ളൂ. എത്രത്തോളം നിങ്ങൾ ആർട്ടിഫിഷ്യൽ പല്ല് വെച്ച് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സ്വന്തം പല്ല് വെച്ച് ചവയ്ക്കുന്ന ഒരു ഫീല് കിട്ടണമെന്നില്ല. അപ്പോൾ കഴിവതും നമ്മുടെ സ്വന്തം പല്ലുകൾ നിലനിർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ റേഡിയോഗ്രഫിക്കിൽ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. മൃദുകലകളിൽ മാത്രമേ പ്രശ്നമുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോർമൽ സർജറി പോകുന്നതിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് ലെനാപ്പ് ചികിത്സയുണ്ട്. ലെനാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയാം. ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഹാനികരമായിട്ടുള്ള മോണയുടെ ആ ഒരു ലൈനിങ് ഒക്കെ മാറ്റിയിട്ട് ആരോഗ്യകരമായിട്ടുള്ള പുതിയൊരു തൊലി, അവിടെ തൊലിയല്ല, നമ്മൾ വായിൽ തൊലി എന്ന് പറയാറില്ല, ശ്ലേഷ്മ സ്ഥലം എന്നാണ് പറയുന്നത്. നമ്മുടെ ത്വക്കിൽ സ്കിൻ എന്ന് പറയുന്നത് പോലെ ഓറലിൽ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയുന്നത്, ഈ ശ്ലേഷ്മ സ്ഥലം, അവിടെ ആ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആരോഗ്യകരമായിട്ടൊരു സ്ഥലം പുനർനിർമ്മിക്കുന്നതാണ് ഈ ഒരു ലെനാപ്പ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ജീൻ തെറാപ്പി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്റ്റാറ്റിൻസ് ഉണ്ട്. സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോളിന് കൊടുക്കുന്ന മരുന്നുകളാണ്. സ്റ്റാറ്റിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില കേസുകളിൽ നമുക്ക് മോണരോഗത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പല പല നൂതന ചികിത്സാ സങ്കേതങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മൈക്രോ സർജറി ഉണ്ട്, പീസോ സർജറി ഉണ്ട്. നമുക്ക് ഈ മോണയിൽ ചില കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് പീസോ സർജറി യൂസ് ചെയ്യാം. ഇപ്പോൾ പീസോ സർജറി, ലേസേഴ്സ്, മൈക്രോ സർജറി, ഇത് പറഞ്ഞതുപോലെ ഒക്കെ തന്നെ ഈ പറഞ്ഞ പല പല കാര്യങ്ങൾ, ക്രയോ സർജറി ഒക്കെ തന്നെ നമുക്ക് മോണരോഗത്തിൻ്റെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം വെച്ചിരിക്കുന്നതാണ്. ഈ കലകളെല്ലാം തന്നെ ചവിട്ടുനാടകം, അതുപോലെ തന്നെ കടവൂര പരിചകളി, ഇതെല്ലാം ഷിവൽട്രി മാർഷൽ ആർട്സാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തെക്കുറിച്ചും മോണാരോഗ്യം സംരക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത് ഈ ചികിത്സയിലെ നൂതനമായ സാങ്കേതികപരമായ പരിവർത്തനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ കൃത്രിമമായി എല്ലുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പറയാം ഡോക്ടർ. തീർച്ചയായിട്ടും. അപ്പോൾ ബോൺ റീജനറേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതായത് ശ്രമകരമായ കാര്യമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മോണ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കലയല്ല, 4 കലകളാണ്. അതായത് 2 മൃദുവായിട്ടുള്ള കലകൾ. നമ്മൾ പുറമേക്ക് എപ്പോഴും മോണയെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പിങ്ക് നിറത്തിൽ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ കാണുന്ന ജിഞ്ചൈവ എന്ന് പറയും. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെയും എല്ലിൻ്റെ ഇടയിൽ കാണുന്ന നേർത്ത ഒരു തന്തുക്കൾ അടങ്ങിയിട്ടുള്ള അസ്ഥിബന്ധം അല്ലെങ്കിൽ പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും മൃദുവായിട്ടുള്ള കലകളാണ്. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമൻറ്റം എന്ന് പറയുന്ന ഒരു കഠിനമായിട്ടൊരു കലയുണ്ട്. പല്ലിനെ എല്ലിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആ എല്ലിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആൽവിയോളാർ ബോൺ എന്ന് പറയുന്നൊരു ഹാർട്ട് ടിഷ്യൂ ഉണ്ട്. അത് രണ്ടും കഠിനമായിട്ടുള്ള കലകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള 4 കാര്യങ്ങളും അവിടെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും അത് കൃത്രിമമായിട്ട്
അത് സക്സസ് ആയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു പാസ് പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പ്രൈമറി ക്ലോഷർ എന്ന് പറയും. അതായത് നമ്മൾ കൃത്യമായിട്ട് അത് കറക്റ്റ് നമ്മൾ ചെയ്ത സർജറിക്ക് ശേഷം കൃത്യമായിട്ട് ആ ഇരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഗ്യാപ്പും വരാത്ത രീതിയിൽ അത് അടച്ചെടുക്കുക. അതാണ് സർജറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ പാസിൻ്റെ പി ആണ് പ്രൈമറി ക്ലോഷർ. എ എന്ന് പറഞ്ഞാൽ ആൻജിയോജെനസിസ് എന്ന് പറയും, അല്ലെങ്കിൽ പുതിയ രക്തക്കൊഴിലുകൾ അവിടെ ഉണ്ടായി വരണം. അതിന് കൂടുതലായിട്ട് നമ്മൾ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PRF അല്ലെങ്കിൽ രോഗിയുടെ തന്നെ ബ്ലഡിൽ നിന്ന് നമുക്ക് എടുക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വെക്കുന്ന പുതിയ ഒരു എൻവയോൺമെൻറ്റ് പുതുതായിട്ട് ഇപ്പോൾ ഉള്ള ബ്ലഡ് ഫ്ലോയെ കൂടി കൂട്ടുന്ന രീതിയിലുള്ള തരത്തിലായിരിക്കണം. എസ് എന്ന് അതിന് മൂന്നാമത്തെ പാസിൻ്റെ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളവിടെ ഗ്രാഫ്റ്റ് വെക്കുന്ന സമയം, ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നോർമലി കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 20 മുതൽ 30% ഗ്രാഫ്റ്റ് മെറ്റീരിയൽ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കവർ ചെയ്തിട്ട് ഒരു സ്ഥലം കൊടുക്കേണ്ട അത്യാവശ്യമാണ്, മെംബ്രെയിൻ എന്ന് പറയും. അപ്പോൾ ഈ സ്ഥലം പല രീതിയിലുള്ള സ്ഥലമുണ്ട്. നമുക്കതിനകത്ത് പണ്ട് യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഒരു തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബയോളജിക്സ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ PRF തന്നെ നമുക്കൊരു മെംബ്രെയിൻ, ഒരു സ്ഥലം പോലെ ആക്കിയിട്ട് അതിനെ കവർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ചില O6 എന്ന് പറയുന്ന രീതിയിലുള്ള ചില മെംബ്രെയിൻസ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ അസ്ഥിയായിട്ട് രൂപപ്പെടാൻ കഴിവുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിന് ഒരു സ്പേസ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു റോളും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എവിടെയാണെന്നുണ്ടെങ്കിലും കൃത്രിമമായിട്ട് എല്ലിൻ്റെ ഗ്രാന്യൂൾസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെ കവർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിലൊരു 20 മുതൽ 40% നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിനെ പൊതിഞ്ഞ് വെക്കുക. അതോടൊപ്പം തന്നെ അവസാനത്തെ എസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഇത് നമ്മുടെ ആ സ്റ്റിച്ച് ഇടുന്നതിലും അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സർജറി വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ 4 പ്രിൻസിപ്പിളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നഷ്ടപ്പെട്ട എല്ലിനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ എല്ല് പുനഃസ്ഥാപിക്കാണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ലിൻ്റെ ഇളക്കം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വ്യക്തികൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഏതാണ്ട് 90 മുതൽ 180 ദിവസത്തോളം എടുക്കും ഇത് നമ്മുടെ പുതിയൊരു എല്ലായിട്ട് വരാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രോഗികളോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവർ കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇല്ലാത്ത ഒരു എല്ലിനെയാണ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ മറ്റ് രീതിയിലുള്ള ട്രോമയൊന്നും വരുന്നില്ല. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കൈയൊക്കെ കയറി തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും അവിടെ ഒരു ട്രോമ, ഒരു ക്ഷതത്തിനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ബോണൊന്നും ഉണ്ടായി വരുന്നത് വരെ നമുക്കിപ്പോൾ ആപ്പിൾ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കടല മിഠായി പോലെയുള്ള ഒരുപാട് ബലം കൊടുത്ത് കടിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുക്കൾ അവർ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും രോഗി നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തി പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള സർജറിയുടെ എല്ലാ പ്രിൻസിപ്പിൾസും പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 90 മുതൽ 95% കേസുകളിൽ നമുക്ക് നല്ല വിജയ സാധ്യതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ബോൺ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാമല്ലോ എന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷേ അതിൽ തന്നെയും എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ സ്വന്തം പല്ലുകൾ ഉള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല്ലുകൾ അങ്ങേയറ്റം ആടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാലും അതിന് വിജയം ലഭിക്കണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പല്ലുകൾക്ക് ചെറിയ തോതിലുള്ള ഒരു ഇളക്കം അനുഭവപ്പെടുമ്പോൾ തന്നെ ഒരു പെരിഡോണ്ടിസ്റ്റിനെ കാണിച്ച്, ഒരു മോണരോഗ വിദഗ്ധനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കിരൺ ചോദിച്ചതുപോലെയുള്ള ഈ നമ്മുടെ മോണ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് നമ്മുടെ അണ്ണാക്കിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള ആരോഗ്യമുള്ള ഒരു പല്ലിൽ നിന്നോ നമുക്ക് മോണ സന്നിവേശിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അതിന് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഇൻ്റർവെൻഷൻ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോണരോഗത്തിൻ്റെ ചികിത്സയുടെ വിജയശതമാനം കൂടുതലാണ്. അപ്പോൾ ഈ പലർക്കും റൂട്ട് കനാൽ ചികിത്സയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കും, പക്ഷേ മോണയുടെ ചികിത്സയെക്കുറിച്ച് അധികം അറിവ് ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി അതാണ്, കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായും.
ഡോക്ടർ, നമ്മുടെ ഷോ ഇപ്പോൾ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പൊതുവായിട്ട് രോഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലൊക്കെയും ആവർത്തിച്ച് പറയുന്നതാണ് ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മോണാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോണരോഗങ്ങൾ വരാതെ നമ്മുടെ മോണയെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുവാൻ നിത്യജീവിതത്തിൽ നമ്മളൊരു പ്രതിരോധ മാർഗ്ഗങ്ങളായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അതിലൊരു ജനിതകമായിട്ടൊരു ഘടനയുണ്ട്. ഇപ്പോൾ നമ്മുടെ മോണരോഗത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മോഡിഫയേഴ്സ് പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് മാറ്റാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്, മാറ്റാൻ കഴിയാത്തതുണ്ട്. ഇപ്പോൾ പൊതുവേ പുരുഷന്മാരിൽ മോണരോഗത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ പുരുഷനാണെന്നുള്ളത് മോണരോഗം വരാനൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റാൻ സാധിക്കുകയില്ല. പ്രായം കൂടുമ്പോൾ മോണരോഗം കൂടുന്നുണ്ട്. അത് ലിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ദോഷമായിട്ടുള്ള ഒരു ശീലമാണ്. അത് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് മോണരോഗത്തിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ഇപ്പം പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജങ്ക് ഫുഡൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് അത് കുറച്ചുകൂടി നമുക്ക് മോണയ്ക്ക് ഏറ്റവും അത്യാവശ്യം വൈറ്റമിൻ സി ആണ്. മോണയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളാജനാണ്. ആ കൊളാജൻ നല്ല സ്ട്രോങ്ങും ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ സിങ്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഓറഞ്ചും ഈ സിട്രസ് ഫ്രൂട്ട്സും ഒക്കെ തന്നെ, ചീരയും ഒക്കെ തന്നെ അത്തരത്തിലുള്ള നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. അടിസ്ഥാനപരമായിട്ട് മോണരോഗത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല്ല് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പാളിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് 6 മാസം കൂടുമ്പോഴത്തേക്കും ചെക്കപ്പ് ചെയ്യുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പല്ല് ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ ദൈനംദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ പല്ല് വൃത്തിയാക്കുക. ദിവസവും ഒരു 2 നേരം പല്ല് വൃത്തിയാക്കുക. അതിന് നമ്മുടെ മൃദുവായിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ് ബ്രഷ് ഉള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതാണ്. അപ്പോൾ അതിന് കൂർത്ത വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ അവലംബിക്കുക എന്ന് പറയുമ്പോൾ പല്ലിയുടെ ശുചീകരണ ഉപാധികളുണ്ട്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് വാട്ടർ ഫ്ലോസറുകളുണ്ട്. നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാട്ടർ ഫ്ലോസർ ഉണ്ട്. അതിനകത്തൊരു റിസർവയർ ഉണ്ട്. അതിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്കതിൻ്റെ പല ഫോഡ്സ് ഉണ്ട്. മൈൽഡ്, മീഡിയം, ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഹൈയുടെ ആവശ്യമില്ല, ലോ അല്ലെങ്കിൽ മീഡിയം സ്പീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്ക് നമുക്ക് നീക്കം ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും കൂർത്ത വസ്തുക്കൾ, ഇപ്പോൾ ഇവൻ ഇൻഡൻറ്റൽ ബ്രഷ് ആണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല, എന്നാൽ തന്നെ നമ്മൾ കൂർത്ത വസ്തുക്കൾ, ഇപ്പോൾ ടൂത്ത് പിക്ക് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഓരോ തവണയും നിങ്ങൾ കുത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ അഴുക്കിനോടൊപ്പം അവിടെ മോണയുടെ ദശ കൂടി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മോണയ്ക്ക് കേടുപാടില്ലാത്ത രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പലരും കൂടുതലായിട്ട് ഒരു പല്ലുകൾ നന്നായിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൗത്ത് വാഷുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മൗത്ത് വാഷുകളുടെ ഉപയോഗവും ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മൗത്ത് വാഷ് നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ വാങ്ങുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നത് ഒരുപാട് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതും അതോടൊപ്പം മധുരമുള്ളതുമായിട്ടുള്ള മൗത്ത് വാഷ് ആയിരിക്കും. എപ്പോഴും നമ്മളൊരു മൗത്ത് വാഷ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവാനേ പാടില്ല, ഷുഗർ കണ്ടന്റ് ഉണ്ടാവാനേ പാടില്ല. കാരണം അത് കൂടുതലായിട്ട് ഡ്രൈ മൗത്ത് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മോണയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനത്തിൽ മോണാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചികിത്സാ മേഖലയിൽ സംഭവിച്ച ആധുനികമായ സാങ്കേതികമായ പരിവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകരോട് വളരെ വിശദമായി സംസാരിച്ച ഡോക്ടർ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.